വാർത്തകളിലേക്ക്. കൊച്ചിയിൽ 52-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അസം സ്വദേശി ഫിർദൌസ് പിടിയിലായി. കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, വീണ്ടും എറണാകുളത്ത് നിന്ന് ഇത്തരത്തിൽ അതിക്രൂരതയുടെ ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ഈ മാസം 13-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചാണ് 52-കാരിയായ സ്ത്രീയെ ഇതര സംസ്ഥാനക്കാരൻ ക്രൂരമായി ബലാത്സംഗം ചെയ്തത്. രാത്രി നടന്ന സംഭവം പക്ഷെ പുറത്തറിഞ്ഞത് പിറ്റേന്ന് പുലർച്ചയോടെയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് സംഭവം പുറത്തറിയുന്നത്. 2 ദിവസത്തോളമായി പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ആരാണ് ഈ അക്രമം നടത്തിയതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചില്ല. പിന്നീടാണ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിയെ, അസം സ്വദേശിയായിട്ടുള്ള പ്രതിയെ, ഈ ഫിർദൌസ് അലിയെ പോലീസ് ഇന്ന് വൈകിട്ടോടുകൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇയാൾ 10 വർഷമായി എറണാകുളം റെയിൽവേ കോളനിയിൽ താമസിച്ചു വരികയാണ്. അസം സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിലുണ്ട്. ഇയാൾ മറ്റ് ഏതാനും ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്ക് ഉള്ളതായിട്ടുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വീണ്ടും നടുക്കുന്നൊരു സംഭവമാണ് ഉണ്ടായത്. ഈ എറണാകുളത്ത്, അതായത് കൊച്ചി നഗരപരിധിയിലും ഒരു ലൈംഗിക തൊഴിലാളിയായിട്ട് ഉള്ള ഒരു സ്ത്രീയാണ് ലൈംഗിക അതിക്രമത്തിന്, ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതായിട്ടുള്ള ചില സൂചനകളാണ് പോലീസ് നൽകുന്നത്. എന്തായാലും നിലവിൽ അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണെന്നുള്ള വിവരവും ഉണ്ട്. പോലീസ് പ്രതിയെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആര്യ, ടോം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് മറ്റൊരു സംഭവം കൂടി, ക്രൂരതയുടെ വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആലുവയിലെ സംഭവത്തിന് ശേഷം വീണ്ടും ഒരു അതിഥി തൊഴിലാളി പ്രതിസ്ഥാനത്തേക്ക് വരിക കൂടി ചെയ്യുന്നുണ്ട്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഈ ആരുമില്ലാത്ത സമയത്ത് ഈ സ്ത്രീയെ ബലമായി കീഴടക്കി ഇത്തരത്തിലൊരു പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി നൽകുന്ന വിവരങ്ങൾ? നമുക്കറിയാം, ഈ എറണാകുളം ജില്ല, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതലും ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന, തൊഴിൽ തേടി എത്തിയിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല. എറണാകുളത്തെ പെരുമ്പാവൂർ, ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതര സംസ്ഥാനക്കാർ ഇതിനു മുൻപും അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. നിരവധി പേരെ അതിക്രമത്തിന് ഇരകളാക്കിയിട്ടുണ്ട്. പക്ഷേ കൊച്ചി നഗരപരിധിയിൽ തന്നെ ഇതുപോലൊരു സംഭവം ഈ സമീപകാലത്ത് ആദ്യമാണ്. പ്രത്യേകിച്ചും ഈ നഗരപരിധിയിൽ സമീപകാലത്ത് ഇതര സംസ്ഥാനക്കാരുടെ ഒരു താവളമായി കൊച്ചി നഗരം മാറിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം രാത്രി സമയങ്ങളിൽ പലരും കടത്തിണ്ണകളില്, കൊച്ചി മെട്രോ പാലത്തിന്റെ താഴെ, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ രാത്രി സമയങ്ങൾ ചെലവഴിക്കുന്നത്. അവിടെ ലഹരി ഉപയോഗങ്ങളുണ്ട്, മറ്റ് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളൊക്കെ ഈ സമയങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് രാത്രി ഇറങ്ങി തനിച്ച് നടക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കൊച്ചി നഗരപരിധിയിൽ അടക്കം നിലവിലുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം. ഒരു സ്ത്രീ 52-കാരിയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൊച്ചി നഗരത്തിലെ സുരക്ഷ സംബന്ധിച്ചും ഒരു ചോദ്യം ഉയരുകയാണ്. കാരണം ഈ നഗരത്തിൽ പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് ഒക്കെ ഉണ്ട് എന്ന് പോലീസ് തന്നെ അവകാശപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇതേ രീതിയിൽ ഒരു സ്ത്രീ അതിക്രമത്തിന്, ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളതെന്നാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ടോം, ഒരു കാര്യം കൂടി, ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? അപകടനില തരണം ചെയ്തോ? സ്ത്രീയുടെ ആരോഗ്യനിലയും അല്പം ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവര് ക്രൂരമായി, അതായത് വലിയ രീതിയിലുള്ള ക്രൂരതയാണ് അവർക്ക് നേരിടേണ്ടി വന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 2-3 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലാണെങ്കിൽ അവരുടെ ആരോഗ്യനിലയിൽ ഒരു ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് അവരുടെ ആരോഗ്യ നില എത്തിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏതാനും നാളുകളായി ഈ സ്ത്രീ കൊച്ചി നഗരത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ രാത്രി സമയങ്ങളിൽ കൊച്ചി നഗരപരിധിയിലൊക്കെ ഈ നിരവധി ലൈംഗിക തൊഴിലാളികളുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മറ്റുമൊക്കെ ഉണ്ട്. അവരാണ് ഇതിനു മുൻപൊക്കെ പല സന്ദർഭങ്ങളിലും ഇതുപോലെ അതിക്രമത്തിന് ഇരകളാകപ്പെടുന്നതും. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ സ്ത്രീകളുടെ രാത്രി സമയങ്ങളിൽ കൊച്ചി നഗരത്തിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ പോലും കൃത്യമായ
ഒരു സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപം ഇതിനു മുൻപും പലപ്പോഴും ഉയർന്നു വന്നതാണ്. കാരണം രാത്രി സമയങ്ങളിൽ സ്ത്രീകൾക്ക് കൃത്യമായി ഒരു സുരക്ഷിതമായി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. പലപ്പോഴും അവരെ ശല്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട്. ഇതര സംസ്ഥാനക്കാർ പല സ്ഥലങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ട്. ലഹരി സംഘങ്ങൾ വ്യാപകമായി പുറത്തിറങ്ങി നടക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ. അവിടെയൊക്കെ പക്ഷെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു ആക്ഷേപം പോലും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വിഷയം അതീവ ഗൗരവമായി തന്നെ കാണേണ്ടത്. തീർച്ചയായും ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ 52-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അസം സ്വദേശി ഫിർദൌസ് പിടിയിലായി. കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചാണ് ഈ ക്രൂരമായ പീഡനം നടന്നത്. എന്തായാലും സ്ത്രീ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.